ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. അപ്പോൾ പൂഞ്ഞാറ് ട്രിപ്പ് പോയിക്കോണല്ലോ, അതിൻ്റെ റീലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെ ഇവിടെ കള്ളു കുടിക്കുന്നതും തകർത്തു വരുവാണ് ആശാൻ. അപ്പം അങ്ങനെ വന്നപ്പോൾ കള്ളു കുടിക്കാനൊരു മോഹം. എവിടെ കിട്ടാനാ? പോട്ടെ, നമുക്ക് മീൻ മേടിക്കാൻ പോവാം. എന്നാ വാ, മീൻ മേടിച്ചിട്ട് വരാം. വേറൊരു കൊക്കോപ്പഴ, അതുകൊണ്ട് പരസ്യം തരുമോ? ഭയങ്കര ഹൈറ്റാണുള്ളത്, പക്ഷേ അത് നല്ല ഹൈറ്റില്ല, തോട്ടി വേണം. പക്ഷെ നല്ല പഴം, അത് കിട്ടുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിരിക്കും, നല്ല ക്ലാസ് ആയിരിക്കും. എന്തായാലും മീൻ മേടിക്കുന്നതിന് പോയി പറിച്ചിട്ട് വരാം. പറിക്കാൻ പോവാ. ഫ്രഷ് ഫ്രം സൺഡേ. നമുക്കിത് ബാ സ്വാമിയെ ശരണയ്യപ്പ. കണ്ടോ, ഇപ്പോൾ ഒരു പീസ് ഇതിനകത്തായി പോയി. ഇവനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം നമുക്ക് ആദ്യം. കണ്ടോ നല്ല ജ്യൂസി എന്ന് പറഞ്ഞാൽ കണ്ടോ, ജ്യൂസി ആയിരുന്നു. കണ്ടോ, അത്രയും ജ്യൂസുള്ള സാധനമാണേ. ടേസ്റ്റ് ഇത് നിങ്ങൾ ഒരുപാട് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുമായത്. മോളിൽ നിന്ന് സൗണ്ട് കേട്ടു. മോളിൽ നിന്ന് തന്നെ വണ്ടിക്ക് മേടിക്കാൻ പറ്റുമോ നോക്കാം നമുക്ക്. ഈ സാധനം കണ്ടിട്ടുണ്ടോ, പടക്കം കണ്ടിട്ടുണ്ടോ? നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഇല പറിക്കും പൊട്ടിച്ച് കളിക്കായിരുന്നു. മീൻ കിട്ടിയില്ലേലും കൈക്ക് വേണ്ടിയെടുത്തു. ഇതൊക്കെ നിങ്ങളുടെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് കട്ട നൊസ്റ്റാൾജിയാണല്ലോ. സ്കൂളാണല്ലോ വന്നേക്കുന്നത്. കണ്ടോ, ഇപ്പോൾ വരുമായിരിക്കും പുള്ളി മീൻ വേണ്ടി ആ വഴിക്കാൻ കയറിപ്പെടുന്നത്. എല്ലാം കിട്ടിയോടെ? ഇല്ലെന്നേ, മധുരമില്ല. മധുരം കാണുന്നോർത്ത് പഠിച്ച ഗൈസ്, വെറുതെ ആയിപ്പോയി. പക്ഷേ ഇതിനകത്ത് കാണുമായിരിക്കും, പക്ഷെ അത് മൊത്തം ഉറുമ്പായി. അതിനകത്ത് തേനുണ്ടായിരുന്നു. ഉണ്ണീശപ്പുല്ലുണ്ട്, ഉണ്ണീശപ്പുല്ല്. ക്രിസ്മസ് ആയി, അപ്പം ക്രിസ്മസിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് അങ്ങനെയാണ്. നമ്മുടെ നാട്ടിൽ ഉണ്ണീശപ്പുല്ല, വേറെ നാട്ടിൽ വേറെ കാണുമായിരിക്കും. മീൻ മരുന്നോടം വരെയും പുല്ലൊക്കെ പറിച്ച് നടക്കാതില്ല. മറ്റേ സാധനം കാണിക്കില്ലേ, വില്യു മാരി മീ.